ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എവിടെ വെച്ചാണ് നിർത്തേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകാറുണ്ട്. എന്ന് വെച്ചാൽ വഖഫിനെ കുറിച്ചല്ല പറയുന്നത്, ആയത്തിൻ്റെ അവസാനത്തിൽ വഖഫ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നിർത്തി. ഇപ്പോൾ ഒരാൾ ഒരു സമയത്ത് ഓതിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളിലേക്ക് കടക്കുമല്ലോ. അപ്പോൾ താൽക്കാലികമായി ഖുർആൻ പാരായണം നിർത്തിവെക്കുമ്പോൾ എവിടെയാണ് നിർത്തിവെക്കേണ്ടത്? പലരും ജുസ്ഇൻ്റെ അവസാനം, അതുപോലെ ഖുർആൻ രേഖപ്പെട്ട് കിടക്കുന്ന ഈ റുബഴുകൾ അതിൻ്റെ തുടക്കത്തിൽ അവസാനത്തിൽ ഇങ്ങനെ നിർത്തലുണ്ട്. അങ്ങനെ നിർത്താൻ പറ്റുമോ? അവിടെ നിന്ന് ആരംഭിക്കാൻ പറ്റുമോ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അദ്കാറിൽ നിന്നാണ് വായിക്കുന്നത്. വയുസ്തഹബ്ബു ലിൽ ഖാരി, ഖുർആൻ ഓതുന്നവനിക്ക് സുന്നത്താണ്, ഇദാ ഇബ്തദഅ മിൻ വസ്തി സൂറത്തി, സൂറത്തിൻ്റെ ആദ്യത്തിൽ തുടങ്ങിയാൽ, അൻ യബ്തദിഅ മിൻ അവ്വലിൽ കലാമി അൽ മുർതബിതി ബഅ്ദുഹു ബിബഅ്ദിൻ. ഖുർആനിൻ്റെ ആദ്യമല്ല, സൂറത്തിൻ്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വിഷയം ആസ്പദമാക്കി സംസാരിക്കുന്ന ആയത്തുകളുടെ തുടക്കത്തിൽ നിന്നായിരിക്കൽ സുന്നത്താണ്. എന്താണ് പറഞ്ഞത്? ഒരു സൂറത്തിൽ ഒരുപാട് വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ടാകും. ഒരു വിഷയം പ്രതിപാദിക്കാൻ ഒരേ സൂറത്തിലെ ഉദാഹരണത്തിന് ഒരു 5 ആയത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ ആ വിഷയത്തെ പ്രതിപാദിക്കുന്ന 5 ആയത്തുകളിൽ നിന്ന് 3-ാമത്തെ ആയത്ത് കൊണ്ട് ഖുർആൻ പാരായണം ആരംഭിക്കുക. അത് നല്ലതല്ല. മറിച്ച് എന്ത് ചെയ്യുക? ആ വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന 5 ആയത്തുകൾ എന്നുള്ള 1-ാമത്തെ ആയത്ത് കൊണ്ട് തന്നെ തുടങ്ങണം. അതാണ് ഇവിടെ പറഞ്ഞത്. സൂറത്തിൻ്റെ തുടക്കമാണെങ്കിൽ പിന്നെ ചർച്ചയൊന്നുമില്ല, തുടക്കത്തിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. സൂറത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ വിഷയസംബന്ധമായി പറയുന്ന ആയത്തുകളുടെ തുടക്കത്തിൽ നിന്നായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. പക്ഷേ ഇതിനെന്ത് വേണം? ചെറിയ രൂപത്തിലെങ്കിലും ഖുർആനിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. വകദാലിക ഇദാ വഖഫ യഖിഫു അലൽ മുർതബിതി, അതുപോലെ ഖുർആൻ പാരായണം ചെയ്യാണ് എങ്കിൽ ജുസ്ഇ നോക്കിയിട്ടല്ല നിർത്തേണ്ടത്. സൂറത്തിൻ്റെ അവസാനം നിർത്താം, അതേസമയം ജുസ്ഇ അവസാനിക്കുന്നുണ്ട്, ഇനി അടുത്ത ജുസ് ആണ് എങ്കിൽ ആ ജുസ്ഇൻ്റെ അവസാനം നിർത്തുക. അങ്ങനൊരു സുന്നത്തില്ല. കാരണം ജുസ്ഇൻ്റെ അവസാനം എന്തായിക്കൊള്ളണമെന്നില്ല, വിഷയം അവസാനിച്ചു കൊള്ളണമെന്നില്ല, പ്രതിപാദ്യ വിഷയം അവസാനിച്ചു കൊള്ളണമെന്ന് ഇല്ല. വഇൻദ ഇന്തിഹാൽ കലാമി വലാ യതഖയ്യദു ഫിൽ ഇബ്തിദാഇ വലാ ഫിൽ വഖ്ഫി ബിൽ അജ്സാഇ, തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ജുസ്ഉകളെ പരിഗണിക്കാൻ പാടില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജുസ്ഉകളെ ക്രമീകരിച്ചിട്ടുള്ളത് ഹർഫുകളുടെ, അതല്ലെങ്കിൽ അക്ഷരങ്ങളുടെ എണ്ണം നോക്കിയിട്ടാണ്, പദങ്ങളുടെ എണ്ണം നോക്കിയിട്ടാണ്. അപ്പോൾ അവിടെ അതിൻ്റെ വോള്യൂം നോക്കിയിട്ടാണ് ജുസ്ഉകളെ ക്രമീകരിച്ചിട്ടുള്ളത്. ആ ജുസ്ഉകൾ അർത്ഥവുമായി ബന്ധമില്ല. ഖുർആനിൻ്റെ ഒരു ജുസ്ഉ മറ്റേ ജുസ്ഉ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അർത്ഥവുമായി ബന്ധിപ്പിച്ചതുകൊണ്ടല്ല ജുസ്ഇനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വോള്യൂം നോക്കിയിട്ടാണ്, അതിൻ്റെ പദങ്ങളുടെ എണ്ണം നോക്കിയിട്ടാണ്. അതുകൊണ്ട് ജുസ്ഉകളെയോ ഹിസ്ബ് എന്ന് പറഞ്ഞാൽ ഒരു ജുസ് 2 ഹിസ്ബാണ്. ഒരു ജുസ്ഇൻ്റെ നേരെ പകുതിയാണ് ഒരു ഹിസ്ബ്. അപ്പോൾ ഹിസ്ബുകളൊന്നും പരിഗണിക്കാൻ പാടില്ല. വൽ ഇഅ്തിബാ വൽ അശാരി 10 ഫഇന്ന കസീറൻ മിന്നാ ഫി വസ്തിൽ കലാമി. എന്തേ കാരണം? ജുസ്ഉം ഹിസ്ബും ഒക്കെ അത് വിഷയങ്ങളുടെ മധ്യത്തിലാണ് ഉണ്ടാകുക. അൽ മുർതബിത്ത് ബിൽ കലാമി, അധികവും അങ്ങനെയാണുള്ളത്. വലാ യഗ്തറുൽ ഇൻസാനു ബികസ്റത്തിൽ ഫാഇലിൻ ലിഹാദാ, ഒരുപാട് ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യുകയാണല്ലോ, എന്നാൽ എനിക്കും ചെയ്തുകൂടെ എന്ന് ഒരാൾ ചിന്തിക്കാൻ പാടില്ല. ഒരുപാട് പേരിങ്ങനെ ചെയ്യുന്നുണ്ട്. ജുസിൻ്റെ ആദ്യത്തിൽ പാരായണം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള പരിപാടി ചെയ്യാറുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന നിലക്ക് നീ അങ്ങനെ ചെയ്യണ്ട. ലിഹാദല്ലദീ നഹൈനാ അൻഹു മിമ്മൻ ലാ യുറാഅ ഹാദിഹിൽ ആദാബു, ഈ അദബുകൾ, ഈ മര്യാദകളൊന്നും പാലിക്കാത്തവർ ആണത്
ചെയ്യുന്നത്. വംതസിൽ മാ ഖാലഹു സയ്യിദുൽ ജലീൽ അബൂ അലിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നീ മനസ്സിലാക്കണം. ആ ഉദ്ധരണി ഞാനിവിടെ നിന്നെ ഉണർത്തുകയാണ്. എന്താണ് പറഞ്ഞത്? ലാ തസ്തൗഹിഷ് തുറുഖൽ ഹുദാ ലിഖില്ലത്തി അഹ്ലിഹാ. ഒരു വഴിയിലൂടെ പ്രവേശിക്കുമ്പോൾ, ഒരു സംഗതി ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ, ഈ സംഗതി ചെയ്യുന്നവർ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നീ അത് ചെയ്യാതിരിക്കണ്ട. വലാ തഗ്തറ ബികസ്റത്തിൽ ഹാലിക്കീൻ. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ ഞാനും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ചെയ്യുന്ന ഒരു തിന്മ നീ ചെയ്യാനും പാടില്ല. വലിഹാദൽ മഅനാ, ഇക്കാരണം കൊണ്ട് തന്നെ ഖാൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഖിറാഅത്തു സൂറത്തിൻ ബികമാലിഹ അഫ്ളലു മിൻ ഖിറാഅത്തി ഖദ്രിഹ മിൻ സൂറത്തിൻ ത്വവീല. ഒരു സൂറത്ത് പൂർണ്ണമായും ഓതലാണ് ഏറ്റവും നല്ലത്. എന്തിനേക്കാൾ? ആ സൂറത്തിൻ്റെ അതേ അളവിൽ വലിയ സൂറത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഓതുന്നതിനേക്കാളും നല്ലത് ഒരു പൂർണ്ണമായ സൂറത്ത് ഓതലാണ്. ലിഅന്നഹു ഖദ് യഖ്ഫ അൽ-ഇർതിബാതു അലാ കസീരിൻ മിനൻ നാസി ഔ അക്സരി ഫി ബഅദിൽ അഹ്വാലി വൽ മവാത്തിൻ. കാരണം എന്തേ? ഖുർആനിൻ്റെ അർത്ഥം അറിയുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്ത്? ഒരു വിഷയം ആസ്പദമാക്കിയുള്ള ഭാഗങ്ങൾ ഒരിക്കൽ ഓതുമ്പോൾ പൂർണ്ണമായും ഓതണമെന്നാണല്ലോ പറഞ്ഞത്. ഒരു സൂറത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അർത്ഥം അറിയുമ്പോഴേ ഈ കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അർത്ഥം അറിയാത്തവർക്കും അല്ലാത്തവർക്കൊക്കെ നല്ലതെന്താണ്? ഒരു സൂറത്ത് പൂർണ്ണമായും ഓതുക. അപ്പോൾ പിന്നെ ആ വിഷയ സംബന്ധമായ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് വലിയ സൂറത്തിൻ്റെ ചെറിയ ഭാഗം ഓതുന്നതിനേക്കാളും നല്ലത് ചെറിയ സൂറത്ത് പൂർണ്ണമായും ഓതലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.